ശക്തമായ കാറ്റിൽ തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിന്റെ മേൽക്കൂരയിലേക്ക് ഇരുമ്പ് ഗാർഡർ പൊട്ടി വീണു. ഗാർഡർ ഷീറ്റിന് മുകളിൽ തങ്ങി നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ ഉണ്ടായ ശക്തമായ കാറ്റിലാണ് നഗരസഭാ കോംപ്ലക്സിലെ 3ാം നിലയിൽ നിന്നും മേൽക്കൂരയുടെ ഇരുമ്പ് ഗാർഡർ പൊട്ടി ടൗൺ സ്ക്വയറിന്റെ മേൽക്കൂരയിലേക്ക് വലിയ ശബ്ദത്തോടെ പതിച്ചത്. വീഴ്ചയുടെ ആഘാതത്തിൽ മേൽക്കൂരയുടെ ഇരുമ്പ് ഷീറ്റിന് വിള്ളൽ വീണിട്ടുണ്ട്. തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിനോട് ചേർന്നാണ് ടൗൺ സ്ക്വയർ ഉള്ളത്. ഇവിടെ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമുദായിക സംഘടനകളുടെ സമ്മേളനങ്ങളും മേളകളും സംഘടിപ്പിക്കാറുണ്ട്. പ്രമുഖ പുസ്തക പ്രസാധകരുടെ മേളയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സംഭവ സമയത്ത് പുസ്തകമേളയുടെ സംഘാടകർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇരുമ്പ് ഗാർഡർ മേൽക്കൂരയിൽ തങ്ങി നിന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. നിലവിൽ മേൽക്കൂരയിൽ താൽക്കാലികമായി പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിരിക്കുകയാണ്. ടൗൺ സ്ക്വയർ ബുക്ക് സ്റ്റാളിന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. നിരവധി ബുക്കുകളും കമ്പ്യൂട്ടറുകളും സ്ഥാപിച്ച ആ ടൗൺ സ്ക്വയറിലെ മേൽക്കൂരയിലേക്കാണ് ഇരുമ്പ് തൂണ് പതിച്ചത്. അതിന്റെ ഭാഗമായി ഷീറ്റ് നടുകെ പിളർന്നു. വെള്ളം ഈ കമ്പ്യൂട്ടറിലും ബുക്കുകളിലും കടന്നു ചെന്ന് വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് നഗരസഭ അടിയന്തരമായി ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിൽ സ്ഥാപിച്ച ഇരുമ്പിനുള്ള ആ ബിൽഡിങ്ങിൽ എന്തെല്ലാം കേടുപാടുകൾ സംഭവിച്ചതെന്ന് പരിശോധിച്ച് അത് അടിയന്തരമായി അത് വെൽഡിംഗ് ചെയ്ത് ഉറപ്പുവരുത്തുകയും അതോടൊപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിലെ ആ മേൽക്കൂര നശിച്ച ഭാഗം താൽക്കാലിക ഷീറ്റിട്ടാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ടാണ് ഇപ്പോൾ അത് കെട്ടിയിരിക്കുന്നത്. അത് മാറ്റി അടിയന്തരമായി ഷീറ്റ് നിർമ്മിച്ച് ആ ടൗൺ സ്ക്വയർ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾക്ക് മഴ നനയാതെ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം നടപ്പിലാക്കണം എന്നാണ് നഗരസഭയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ലക്ഷങ്ങൾ ചിലവഴിച്ച് അടുത്ത കാലത്താണ് നഗരസഭ ടൗൺ സ്ക്വയർ നവീകരിച്ചത്. ഇരുമ്പ് ഗാർഡർ പൊട്ടിയതോടെ 3ാം നിലയിലെ മേൽക്കൂരയ്ക്ക് ബലക്ഷയം ഉണ്ടായതായി സംശയമുയരുന്നുണ്ട്. നഗരസഭ അടിയന്തര പരിശോധന നടത്തി നഗരം മധ്യത്തിലെ അപകട ഭീഷണി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.